उठाओ अपना फोन, स्क्रीन पे आए QR कोड को करो स्कैन और खेलो अपने फोन पे ऑगी एंड द कॉकरोचेस का नया गेम। सो गेट रेडी टू स्कैन, प्ले एंड रिपीट। ഉറക്കം വരുന്നില്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. എന്നാൽ ഇത് കേട്ടാൽ നിങ്ങൾ ഉറങ്ങുകയേയില്ല. കാരണം പട്ടണത്തിലെത്തിയിരിക്കുകയാണ് പുതിയൊരു കൊള്ളക്കാരൻ. ഇവൻ വേഷം മാറി കൊള്ളയടിക്കുന്നത് ഡയമണ്ട്സ് മാത്രമാണ്. ഇവൻ വളരെ അപകടകാരിയാണ്. കാരണം ഇവൻ എങ്ങനെ വേണമെങ്കിലും വേഷം മാറാൻ കഴിയും. ഒരുപക്ഷെ ഈ കൊള്ളക്കാരൻ നിങ്ങളുടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ എന്തായാലും വീട്ടിലുള്ളത് നന്നായി. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായം ആവശ്യമുണ്ട്. എന്തെങ്കിലും ജോലി വേണോ? മുത്തശ്ശിയെ എയർപോർട്ടിൽ പോയി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് മീറ്റിംഗിന് പോണം. അടികൈ കൈ അടിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയുകയില്ല. അങ്ങ് വേഗം പോയി മുത്തശ്ശിയെ കൊണ്ടുവരാൻ നോക്ക്. അതല്ലടാ, എനിക്ക് മീറ്റിംഗിന് പോയേ മതിയാവൂ. എങ്കിലൊരു കാര്യം ചെയ്താലോ? മീറ്റിംഗ് വളരെ അത്യാവശ്യമാണെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞങ്ങൾ പൊക്കോളാം. എന്നാ സാർ, അങ്ങ് പോയി അങ്ങയുടെ മുത്തശ്ശി എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരൂ. എയർപോർട്ടിലേക്ക് ഞാനല്ല, നിങ്ങളാണ് പോകേണ്ടത്. മീറ്റിംഗിന് ഞാൻ പോയിക്കോളാം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കേ. നമ്മൾ എങ്ങനെയാണ് മുത്തശ്ശിയെ കണ്ടെത്തുക? എടാ, അത് വളരെ എളുപ്പമുള്ള കാര്യല്ലേ. എങ്ങനെ? മുത്തശ്ശിയെ പോലെ ആരെ കാണുന്നുവോ അവര് തന്നെയായിരിക്കും കരുണ സാറിന്റെ മുത്തശ്ശി. ആണുങ്ങളെ കൊണ്ട് മുത്തശ്ശിയാവാൻ കഴിയില്ലല്ലോ. നിങ്ങളിവിടെ നിക്കേ, ഞാൻ ഫ്ലൈറ്റ് ടൈമിങ്ങിന് എത്തിയോ നോക്കിട്ട് വരാം. മുത്തശ്ശിയുടെ ഫ്ലൈറ്റ് വരാനായിട്ട് ഇനി 15 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. സംശയമുണ്ടോ? ഞാനൊരു ചോദ്യം ചോദിക്കാം, എങ്കിൽ അതൊരു ടൈം പാസ് ആവും. നീ ചോദിക്കണ്ട. ഇല്ല, ഞാൻ ചോദിക്കും. ഞാൻ 15 പഴങ്ങൾ വാങ്ങിച്ചു. ഇപ്പൊ ആ 15 പഴങ്ങളുടെ പേരെന്താന്ന് പറയേ? മാങ്ങ, ചക്ക, പേരയ്ക്ക, ഏത്തപ്പഴം, വാഴപ്പഴം, പിന്നെ എന്താ അറിയില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞു തരാം. മാംഗോ, ആപ്പിൾ, പൈനാപ്പിൾ, പിന്നെ ബനാന. എത്ര എളുപ്പാ, കണ്ടില്ലേ? എന്നാൽ നീ ഇപ്പൊ പറഞ്ഞ 4 ഫ്രൂട്ട്സിന്റെ പേരല്ലേ? പക്ഷെ ബനാന ഒരു ഡസൻ ആണല്ലോ. ഫ്ലൈറ്റ് ലാൻഡ് ആയി കഴിഞ്ഞു. ആളുകളെല്ലാം വന്നോണ്ടിരിക്കുക. വേഗം വാ, പോയി മുത്തശ്ശി അന്വേഷിക്കാം. ഓരോരുത്തരും ഓരോ ദശയിൽ പോയി നോക്കാം. താങ്കൾ മുത്തശ്ശിയാണോ? എന്താ? അല്ല മോനെ, ഞാൻ മുത്തശ്ശിയൊന്നും അല്ല. അല്ല, കണ്ടിട്ട് മുത്തശ്ശിയെ പോലെ തന്നെ ഉണ്ടല്ലോ. അതാടാ ഞാൻ പറഞ്ഞത്, ഞാൻ നിന്റെ മുത്തശ്ശിയൊന്നും അല്ലാന്ന്. എന്റെ അല്ല, ഖന്ന സാറിന്റെ മുത്തശ്ശി. നിങ്ങളെ കൊണ്ടുപോകാനാ ഞങ്ങള് വന്നത്. ഇവൻ വേറെ ആരെയോ ആണ് ഉദ്ദേശിക്കുന്നത്. രക്ഷപ്പെടാനപ്പ ഇനി ഇതേ ഉള്ളൊരു മാർഗം. മുത്തശ്ശി എന്താ ആലോചിക്കുന്നത്? ആ, അത് തന്നെ, ഞാൻ തന്നെയാണ് കന്നാ സാറിന്റെ മുത്തശ്ശി. വാ മോനെ, നമുക്ക് പോകാം. കൊച്ചളിയാ, മുത്തശ്ശിയെ കിട്ടിപ്പോയി. എന്തായി കാണിക്കുന്നത്? ആശീർവാദം വാങ്ങുകയാണ്. നിങ്ങളൊക്കെ നന്നായി വരും. വേഗം വാ മക്കളെ, നമുക്ക് പോയി എന്റെ പേരെക്കുട്ടി ഖുറാനെ കാണാം. ഖുറാനയല്ല, കന്ന. സംശയമുണ്ടോ? ഞാനും അത് തന്നെയാ പറഞ്ഞത്. പക്ഷെ സങ്കടം കൊണ്ട് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. അവനെ പാക്ക എനിക്ക് ரொம்ப ആസയാ ഇருக்கு. നിങ്ങൾ എന്തിനാണ് തമിഴ് പറയുന്നത്? നിങ്ങൾ പഞ്ചാബിയാണല്ലോ. പക്ഷെ എന്നെ കണ്ടിട്ടൊരു തമിഴ്നാട്ടുകാരിയെ പോലെ ഉണ്ടല്ലോ. ശരി, വേഗം വാ, നമുക്കുടൻ തന്നെ പോകാം. എടാ, വേഗം വണ്ടി തിരിക്ക്. അങ്ങോട്ട് നോക്കിയാ അവിടെ ഒരു കൂട്ടം പോലീസുകാർ നിൽക്കുന്നു. അവർ നമ്മുടെ പരിചയക്കാരാണ്. സംശയമുണ്ടോ? എന്നെ ഇവിടെ ഇറക്കി വിട്, ഞാനൊരു ഓട്ടോറിക്ഷയിൽ വീട്ടിലെത്തിക്കോളാം. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങളെന്താ കള്ളിയാണോ? ആ, എന്താ?
ഞാൻ എന്തിനാ വെറുതെ പേടിക്കുന്നത്? ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഹണിബണി, നിങ്ങളോ? അതെ, ഞങ്ങള് ഖന്ന സാറിന്റെ മുത്തശ്ശിയെ പിക്കപ്പ് ചെയ്യാൻ പോയതാണ്. ഇതാണ് ആ മുത്തശ്ശി. ആ, കണ്ണാടി താഴെ വീണു. ഞാൻ അതെടുക്കാൻ കുരിഞ്ഞതാ. അമ്മ നിങ്ങ സൗഖ്യമാ ഇരിക്കീங்களா? മുത്തശ്ശി തമിഴാണല്ലോ പറയുന്നത്. പഞ്ചാബിയുടെ മുത്തശ്ശി തമിഴ്നാട്ടുകാരിയോ? ലവ് മാരേജ് ആയിരുന്നു. അദ്ദേഹം പഞ്ചാബി, ഞാൻ തമിഴ്നാട്ടുകാരി. ഗുജറാത്തിൽ വെച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയത്. സൂറത്തിൽ വെച്ച് അദ്ദേഹം എന്നെ കണ്ടു വാങ്ങി. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ എന്തിനാ നിങ്ങൾ തമിഴ് പറയുന്നത്? ഇത് മുത്തശ്ശി തന്നെയാണോ? അതെ, ഞാൻ തന്നെയാണ് കൈലാസിന്റെ മുത്തശ്ശി. നിങ്ങൾ പറഞ്ഞത് കന്നയുടെ മുത്തശ്ശി എന്നല്ലേ? അതെ, അത് തന്നെയാ. ഞാനവനെ പല പല പേരുകളിലാണ് വിളിക്കാറ്. ചിലപ്പോ ഞാനവനെ കന്നയ്ക്ക് വരെ മുന്നേന്നും വിളിക്കാറുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു പോണം. ആർക്കും ലിഫ്റ്റ് കൊടുത്തേക്കരുത്. ഒരു കൊള്ളക്കാരൻ പട്ടണത്തിലെത്തിയിട്ടുണ്ട്. ആ കൊള്ളക്കാരൻ നിങ്ങൾ തന്നെയാണോ? ഇൻസ്പെക്ടർ പാണ്ഡെയുടെ ഫേസ് മാറ്റി വെച്ച് ഞങ്ങൾ കൊള്ളടിക്കാൻ വന്നതാണോ? ഇവനോട് സംസാരിക്കുന്നത് തന്നെ വേസ്റ്റ് ആണ്. വേഗം മാറ്റി കൊടുക്ക്. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ടയറ് പഞ്ചറായപ്പോ എനിക്ക് ഒട്ടും ബാലൻസ് കിട്ടിയില്ല. സോറി. ഇൻസ്പെക്ടർ പാണ്ഡ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം. അദ്ദേഹം നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. വേണ്ട, എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് വേഗം ടയർ മാറ്റിയാൽ പോരെ? ഇതിനകത്ത് ജാക്കി ഇല്ലേ? പാണ്ഡ സാറിന്റെ അടുത്തുണ്ടാവും. നമുക്ക് ചോദിച്ചാലോ? വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. മുത്തശ്ശി, ഇതെങ്ങനെയാ ചെയ്യാൻ കഴിഞ്ഞത്? എനിക്ക് അമേരിക്കയിൽ പഞ്ചറൊട്ടിക്കുന്ന കടയാ ഉണ്ടായിരുന്നത്. വേഗം മാമോനെ, നമുക്ക് പോയി മുന്നേ കാണാം. മുന്നേ അല്ല, കന്ന. സംശയമുണ്ടോ? എടാ പോപ്പട്ടെ, നീ മറന്നുപോയോ? ഇവര് പല പല പേരിലാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. മുത്തശ്ശിക്ക് എന്തായാലും നല്ല ആരോഗ്യമുണ്ട്. സംശയമുണ്ടോ? നീ ഏത് സ്കൂളിലാണോ പഠിച്ചത്? അവിടുത്തെ പ്രിൻസിപ്പളാണ് ഞാൻ. എന്റെ അടുത്താണോടാ നിന്റെ മോഷണം? മര്യാദക്ക് പോയിക്കോണോ ഇവിടുന്ന്. ആഹാ, എന്താ മോനെ ഇങ്ങനെയൊക്കെ മോഷ്ടിക്കാവോ? ഇവനെ ഓടിച്ചോടിച്ചെന്റെ കാല് പോയി. എന്തൊരു സ്പീഡാ ഇവന്. ഇനി എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ മക്കളെ. ചെല്ലേ, ആ കാറിങ് എടുത്തോണ്ട് വാ. വേഗം പോയിട്ട് വാ മക്കളെ. ശരി മുത്തശ്ശി. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? നിങ്ങളെന്താ കള്ളിയാണോ? നിങ്ങൾ അകത്തേക്ക് വെക്കോ, ഞാൻ പോയി പലഹാരം വാങ്ങിച്ചോണ്ട് വരാം. ആദ്യം പോയി കന്ന സാറിനെ ഒന്ന് കണ്ടേക്ക്. അദ്ദേഹം സന്തോഷിക്കും. സംശയമുണ്ടോ? അവധിയായതുകൊണ്ട് കുട്ടി സ്കൂളിലേക്ക് ചെന്നില്ല. നിങ്ങൾ മുത്തശ്ശിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല. അടികൈ. കന്ന സാറേ,
ഞങ്ങൾ അങ്ങയുടെ മുത്തശ്ശിയെ കൊണ്ടുവന്നിട്ടുണ്ട്. റോഡിൽ അടിപിടി കൂടുന്നവരെ ഗുണ്ടയെന്ന് പറയും, നുണ പറയുന്നവരെ കള്ളൻ എന്ന് വിളിക്കും. അടികൈ. നിങ്ങൾ മുത്തശ്ശിയെ വിളിക്കാനായി പോയില്ല, അവര് ടാക്സിയിലാണ് വീട്ടിലേക്ക് വന്നത്. ഇതാണ് എന്റെ മുത്തശ്ശി. അങ്ങനെയാണെങ്കിൽ ഇതാരാണ്? ഒരു കൊള്ളക്കാരൻ പട്ടണത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ കൊള്ളക്കാരൻ തന്നെയാ ഇത്. പാണ്ഡെ അന്വേഷിക്കുന്ന കുറ്റവാളിയാ. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാ, ഞാൻ ആ കൊള്ളക്കാരൻ തന്നെയാ. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. പോലീസിൽ നിന്നും ഞങ്ങൾ നിന്നെ രക്ഷപ്പെടുത്തിയിരിക്കാം, പക്ഷെ ഞങ്ങളിൽ നിന്നും നിന്നെ ആര് രക്ഷപ്പെടുത്തും? സംശയമുണ്ടോ? എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അടിച്ച് ഷേപ്പ് മാറ്റും, പറഞ്ഞേക്കാം. ഈ ഷേപ്പ് ഞാൻ മാറ്റിത്തരാം. ഹലോ ഇൻസ്പെക്ടർ പാണ്ഡ, വിഷു വന്നാൽ കൈനീട്ടം താ. കള്ളൻ എന്റെ വീട്ടിലുണ്ട്, ഇവിടേക്ക് വാ. അടികൈ. അറ്റാക്ക്. സോറി. എന്റെ അടുത്തേക്ക് വന്നു പോകരുത്. എന്നെ പിടിക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വേഗം എന്റെ അടുത്ത് പറയൂ. പാണ്ഡ സാറേ, മുത്തശ്ശി കള്ളിയാണ്. കരയാതിരുന്ന കുഞ്ഞിനെ കരയിക്കാൻ നുള്ളിയോ? എന്റെ മുത്തശ്ശി കള്ളിയോ? അത് മുത്തശ്ശിയൊന്നുമല്ല, മുത്തശ്ശിയുടെ വേഷത്തിരിക്കുന്ന പെരു കള്ളനാ. ഇവൻ തന്നെയാണ് ആ കള്ളൻ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നവൻ. സംശയമുണ്ടോ? ഇവനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യ്. എടാ കള്ളച്ചക്ക, നീ എന്റെ പേരും പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലേ? താങ്ക് യു. ഇന്ന് വീണ്ടും നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഒരുപാട് സഹായിച്ചു. എന്നും അങ്ങനെ സഹായിക്കാൻ പറ്റില്ല. വല്ലപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പണിയെടുക്കാൻ നോക്ക്.